കേട്ടില്ല. ആ, അത് ഇനി ഇതിൻ്റെ പുറകെ അത് നമ്മൾ ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ അതിൻ്റെ പീക്കിൽ പോകുന്നത് കൊണ്ടും അത് കഴിഞ്ഞാണ് നമ്മുടെ റിലീസ്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ റിലീസ് വരുന്നത്. അപ്പോൾ എന്തായാലും തുടരുമെന്ന് പറയുന്ന സിനിമ ഇപ്പം തന്നെ നമ്മൾ പാട്ടുകളും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു കൃത്യമായ ഒരു ഗ്യാപ്പ് അനുസരിച്ച് അതിൻ്റെ പ്രൊമോഷൻ ഇങ്ങനെ പതിയെ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു നല്ല സിനിമയായിരിക്കും. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിന് എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ എന്ന് പറയുന്നതായാൽ അതിനത്രമാത്രം വളരെ നമ്മൾ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാക്കി കൊണ്ടുവരുമ്പോൾ നമുക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വേണ്ടുന്ന എല്ലാ സാങ്കേതിക കാര്യങ്ങളും ഗംഭീരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടരും. നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് നമുക്കതിൽ സന്തോഷം. ചേട്ടനെക്കുറിച്ച് എന്താ പറയേണ്ടത്? കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഈ 47 വർഷം, 41 വർഷം എന്ന് പറയുമ്പോൾ തിരനോട്ടം ഉൾപ്പെടെ 47 വർഷമായി നമ്മളെ എത്രയോ വിസ്മയിപ്പിച്ചൊരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആളേ അല്ല. കാരണം നമ്മളെല്ലാവരെയും നമ്മുടെ മലയാളത്തിൽ ഇനി എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മിക്കപ്പെടുന്ന ഓർക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാക്സിമം എടുക്കുക എന്നുള്ളതാണ്. അത് തരുൺമൂർത്തി അത് ഗംഭീരമായി അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടില്ല. അത് നമ്മൾ കൃത്യമായിട്ടൊരു അനൗൺസ്മെൻ്റ് അല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ അങ്ങനെ ഒരു പബ്ലിക് മാധ്യമത്തിൽ പറയുന്നതിനേക്കാളും നമ്മളത് കൃത്യമായൊരു അതിൻ്റെ പോസ്റ്റിട്ട് കാര്യങ്ങൾ വന്ന് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ വരും. അത് ഞങ്ങളുടെ ഒരു പ്രൊമോഷണൽ സോങ്ങാണ്, സിനിമയ്ക്കകത്തല്ല. പക്ഷേ അതൊരു നമ്മളൊരു സിനിമ റിലീസിന് ശേഷം വരാവുന്നൊരു ഇതായിരിക്കും. അത് ഗംഭീരമായി നമ്മളത് ചെയ്യുന്നതായിരിക്കും.